ഹായ് എവരിവൺ, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. മോസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്ന സ്റ്റഡി അബ്രോഡ് പരമായ കാര്യങ്ങളുള്ള ഓരോ വർഷത്തെയും ഓരോ രാജ്യത്തെയും അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിൽ ഇനി നമ്മൾ മുന്നോട്ട് വരുന്നതാണ്. 2024 ജനുവരി നമ്മുടെ ചാനലിലേക്ക് പുതിയ പുതിയ വീഡിയോസ് വന്ന് തുടങ്ങുന്നത് റെഗുലർ ആയിട്ട്. ഈ വർഷത്തെ ഓരോരോ രാജ്യങ്ങളിലുള്ള വിദേശ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള അപ്ഡേറ്റുകളും ആ രാജ്യത്തെ വ്യത്യാസം വന്ന കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ചാനലിലൂടെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ യു കെയിലെ തന്നെ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയായ യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്ററിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്ററിനെ പറ്റി ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്റർ എന്ന് പറഞ്ഞാലും നമുക്ക് എന്താ പറയുക, യു കെയിലെ ഔട്ടർ, അതായത് ലണ്ടൻ, യു കെ എന്ന് പറയുന്നത് നമുക്ക് സൗത്ത് എൻഡ്, നോർത്ത് വെസ്റ്റ് ആയിട്ട് വരുന്നതാണ് മാഞ്ചസ്റ്റർ റീജിയൻ. ഈ മാഞ്ചസ്റ്റർ റീജിയനിൽ ചെസ്റ്റർ ഷെയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്റർ. ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടൊരു ഫീസ് ആണ് നമുക്ക് വരുന്നത്. അതായത് നമുക്കൊരു 12 ലക്ഷം രൂപ 12.5 ലക്ഷം രൂപയൊക്കെ നോർമൽ സ്ട്രെച്ച് സ്റ്റുഡൻസിന് വലിയൊരു, അതായത് 60% മാർക്കുള്ള +2 ഇംഗ്ലീഷിന് 70% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ IELTS കാര്യങ്ങളും തന്നെ കിട്ടും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, സാധാരണക്കാരായിട്ടുള്ള സ്റ്റുഡൻസിന് ഈസി ആയിട്ടൊരു പേയ്മെന്റ് പ്ലാനിൽ നാട്ടിൽ നിന്നൊരു എമൗണ്ട് ഫീസ് അടച്ച് കയറി വരാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്റർ. ഇപ്പൊ ഇതിനകത്ത് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ MBA പോലുള്ള കോഴ്സുകൾ, ഈ ഒരു കോഴ്സുകൾക്ക് എല്ലാവരും 12 lakhs ആ റേഞ്ച് ഫീസ് ആണ് വരുന്നത്. അത് കൂടാതെ തന്നെ മാഞ്ചസ്റ്ററിൽ നിന്ന് ഒരു 1 hour ട്രെയിൻ, അതായത് നിങ്ങളിപ്പോൾ പഠിക്കാൻ വരുന്നവരെ സംബന്ധിച്ച് ലണ്ടനിൽ പോയ പാർട്ട് ടൈം ജോബ് ഉണ്ട്, മാഞ്ചസ്റ്ററിൽ പോയ പാർട്ട് ടൈം ജോബ് ഉണ്ട്, അല്ലെങ്കിൽ സ്കോട്ട്ലാൻഡ് നിങ്ങൾ, അല്ലെങ്കിൽ പോർട്സ്മൗത്ത്, സൗത്ത് എൻഡ് സീ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പൊ നമ്മൾ സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാഞ്ചസ്റ്റർ പോലുള്ള സംബന്ധിച്ചാൽ യു കെയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ്, വേൾഡിൽ അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ് മാഞ്ചസ്റ്റർ. ലിവിംഗ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മാഞ്ചസ്റ്ററിന്റെ ഒരു മോഡറേറ്റ് ആണ്, നോട്ട് ഹൈ നോട്ട് ലെസ്. നമുക്കൊരു മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ലിവിംഗ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മാഞ്ചസ്റ്ററിൽ നമുക്ക് പറ്റും. അതുകൂടാതെ തന്നെ മാഞ്ചസ്റ്ററിനെ പറ്റി പോസിറ്റീവ് ആയിട്ട് ഞാനിപ്പോൾ പേഴ്സണലി 2 വർഷമായിട്ട് സ്റ്റുഡന്റ് ലൈഫ് മാഞ്ചസ്റ്റർ, സെക്കൻഡ് ഇയർ ഞാൻ മാഞ്ചസ്റ്റർ പഠിക്കുന്ന ഒരാളായതുകൊണ്ട് എന്നെ പറ്റി പറയാൻ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. എയർപോർട്ട് ഉണ്ട്, നമുക്ക് മറ്റുള്ള അമ്യൂണിറ്റീസ്, അതായത് നമുക്ക് വേറെ എങ്ങോട്ട് ലോങ് ട്രാവൽ വേണ്ടി വരുന്നില്ല ഒരാവശ്യത്തിനും. അതുകൊണ്ട് ജോലി സാധ്യതയാണ്, അതിന് ധാരാളം കമ്പനികളുണ്ട്. നിങ്ങൾ സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ യു കെയിൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളതിന്റെ തെളിവുകൾ യു കെയിൽ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ യു കെയിൽ 10 പേജ് നമ്മളെടുത്ത് നോക്കിയാൽ മതി. അപ്പൊ അതിൻ്റെ അകത്ത് പലരുടെ സ്റ്റോറീസ് കാണാൻ വേണ്ടി, ചിലർ വരുന്നു ജോലിയില്ല കാര്യങ്ങളില്ല ഇങ്ങനെ നടക്കുന്നു, അത് അവരുടെ ഇത്. ചിലർ വരുന്നു നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയി പോകുന്നു. സ്റ്റുഡന്റ് വീട് തന്നെ 2000 പൗണ്ട് വരെ സമ്പാദിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതായത് ക്യാഷ് ആൻഡ് ചെയ്തും കാര്യങ്ങൾ ചെയ്തൊക്കെ ഇപ്പോഴും ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈവൻ ദോ ഞാൻ പോലും എനിക്ക് എന്തെങ്കിലും എന്താ പറയാ പൈസ കിട്ടുന്ന ജോലികൾ വന്നാൽ പോലും ഞാൻ പോകാറില്ല. ചില സമയത്ത് ചിലപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും പറഞ്ഞോളും പോകാറുണ്ട്. എന്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അല്ലെ പലരും പല രീതിയിലാണ്, എന്നാൽ നല്ല രീതിയിൽ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ട് ഇപ്പോഴും യു കെയിൽ. അപ്പൊ ആ കാര്യത്തിനകത്ത് 2024 യു കെയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു അഫോർഡബിൾ ആയിട്ടൊരു യൂണിവേഴ്സിറ്റിയാണ് ചെസ്റ്റർ. അവിടെ തന്നെ ബിസിനസ് കോഴ്സുകൾ അനുകൂലമായിട്ടുള്ള നേഴ്സിംഗ് ഉണ്ട്. ഒരു 12 ലക്ഷം രൂപ റേഞ്ചിൽ നേഴ്സിംഗ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഉണ്ട്. പിന്നെ നമുക്ക് ചെസ്റ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ബാച്ചിലേഴ്സ് ഒക്കെ പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാറും ഡ്രൈവിംഗ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം വേറെ ഒന്നല്ല, നിങ്ങൾക്ക് മാഞ്ചസ്റ്റർ ചെസ്റ്റർ ഡ്രൈവ് ചെയ്ത് പോകുന്നവർക്ക് എപ്പോഴും എളുപ്പം. ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10-25 പൗണ്ട് ഒക്കെ ട്രെയിൻ എക്സ്പെൻസ് വരും. ചെസ്റ്ററിൽ പോയി നിൽക്കാൻ പറ്റില്ല എന്നല്ല. ചെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പോസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ചെസ്റ്ററൊക്കെ ഇടയ്ക്ക് പോകാറുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, കെയർ ഹോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കെയർ ഹോമിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ജോലി കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല നല്ല കെയർ ഹോംസും കാര്യങ്ങളുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ അഡ്മിഷൻ സ്റ്റുഡൻസിന് മാഞ്ചസ്റ്ററിലും ചെസ്റ്ററിലും ഒക്കെ നമുക്ക് എവിടെയൊക്കെ ജോലി കിട്ടുന്ന സാധ്യതകളും കാര്യങ്ങളും ഉള്ളവർക്കും ഇപ്പൊ നമ്മൾ ത്രൂ അഡ്മിഷൻസ് ഈ ഒരു യൂണിവേഴ്സിറ്റികളിലൊക്കെ നോക്കുന്നവർക്ക് നമ്മൾ ഉറപ്പായിട്ട് അവർക്ക് എയർപോർട്ട് പിക്കപ്പും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുള്ള അസിസ്റ്റൻസും കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ വേറെ അഡ്മിഷൻ വിസയുടെ കാര്യത്തിൽ യു കെ വിസ ടിൽ ഡേറ്റ് എന്താ പറയുക, ഓസ്ട്രേലിയയുടെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ടിൽ ഡേറ്റ് ഓസ്ട്രേലിയയുടെ വിസയ്ക്കകത്ത് നമുക്ക് ഉള്ള ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും യു കെ വിസയ്ക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അഫോർഡബിൾ ആയിട്ട് യൂണിവേഴ്സിറ്റി, മാഞ്ചസ്റ്റർ പോലെ നല്ലൊരു സ്ഥലത്ത് നിന്ന് പോകാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി. ബാച്ചിലേഴ്സ് കോഴ്സുകൾക്കാണെങ്കിലും 12 ലക്ഷം രൂപ പെർ ഇയർ, മാസ്റ്റേഴ്സ് കോഴ്സിനാണെങ്കിലും 12 ലക്ഷം രൂപ പെർ ഇയർ, അത്യാവശ്യം നല്ല രീതിയിൽ സ്കോളർഷിപ്പ് തരുന്ന ഒരു യൂണിവേഴ്സിറ്റി. അതുകൂടാണ്ട് തന്നെ IELTS ഇല്ലാണ്ട് അഡ്മിഷൻ കിട്ടുന്ന യൂണിവേഴ്സിറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്റർ. നമുക്ക് എല്ലാ ഇന്ത്യയിലും ഒരു 4-5 കുട്ടികൾ ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഡ്മിഷൻസിന് മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട് നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ ഇത് ഉറപ്പായിട്ട് അയച്ചു കൊടുക്കാം. ഞാൻ ഒരിക്കലും പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ ഇത് കാണുന്ന പല ആൾക്കാരും യു കെയിലുള്ളവരും കാനഡയിലുള്ളവരും ഒക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാരന് നല്ലൊരു ഇൻഫർമേഷൻ എവിടെയെങ്കിലും കിട്ടുക, നിങ്ങൾക്ക് കൊടുക്കുക. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും എവിടെയെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പായിട്ട് നമ്മളെ സജസ്റ്റ് ചെയ്യാൻ, നമ്മളത് നന്നായി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ പരമായി എന്താവശ്യം നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു എവരിവൺ.